ഇന്ന് നമുക്ക് ഹെൽത്തി ഡയറ്റ് ഫുഡ് ഫോളോ ചെയ്യുന്നവർക്കായി ഒരുപാട് ആരോഗ്യ ഗുണങ്ങളടങ്ങിയ ബ്രക്കോളി സാലഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബ്രക്കോളി ഏറ്റവും നല്ലത് ഇതുപോലെ സാലഡ് രൂപത്തിൽ കഴിക്കുന്നതാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബ്രക്കോളി ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് അരമണിക്കൂർ ഉപ്പും മഞ്ഞളും ചേർത്തിട്ടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രെയിൻ ചെയ്തെടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ കഴുകിക്കൊണ്ടുവരാം. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് ആവി കയറുന്നൊരു പാത്രത്തിലാക്കി ബ്രക്കോളി ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ബ്രക്കോളിയൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്കൊരു സ്പൈസി ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് പൊടി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഉപ്പും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് ലെമണാണ്. ഒരു ലെമണിൻ്റെ പകുതി ജ്യൂസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലെമൺ ജ്യൂസിൻ്റെ പോലെ തന്നെ സാലഡുകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഒലീവ് ഓയിൽ. അതും ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് നമ്മൾ സാലഡ് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലോക്ക്ഡൗൺ കാലത്തെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള ചെറിയൊരു കുറിപ്പ് വായിച്ചു നോക്കാം. എന്നിട്ട് തീരുമാനിക്കാം നമ്മുടെ ഭക്ഷണശീലം മാറ്റണോ വേണ്ടയോ എന്ന്. ബ്രക്കോളിയുടെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും കൂടെ കാണാം.